പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസം വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാ ഈ ദിവസം ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ? പ്രിയ സഹോദരങ്ങളെ, ഓരോ ദിവസവും ശരിക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറയണം. അപ്പോൾ ഇത് എപ്പോഴും കേൾക്കാറുള്ളതാണ്, ഇത് എപ്പോഴും പറയേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സെഫാനിയ പുസ്തകം 3:9. അവിടെ വചനം വെളിപ്പെടുത്താണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാനും ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കുക. അത് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ്. ദൈവമായ കർത്താവിനെ നമ്മൾ വിളിച്ചപേക്ഷിക്കുക, യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. യേശുവേ 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 യേശുവേ. ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ തിരുപ്പട്ടത്തിന് ഒരുക്കമായിട്ട് ഞങ്ങൾ ധ്യാനിപ്പിച്ച ഞങ്ങളുടെ ധ്യാനഗുരു പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനയാണ്. അരമണിക്കൂർ സമയം ഞങ്ങളോട് യേശുവേ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വിരസതയൊക്കെ ചിലപ്പോൾ തോന്നി. പക്ഷെ വീണ്ടും ഞാൻ നോക്കണം, എനിക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദമായിരുന്നു. അങ്ങനെ അരമണിക്കൂർ സമയം കുറച്ച് നേരം ഒരു അസ്വസ്ഥതയൊക്കെ ആദ്യത്തെ കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ അരമണിക്കൂർ കണ്ടിന്യൂസ് വേറൊന്നുമില്ല, യേശുവേ 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 എന്ന് പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം ഈ യേശുനാമത്തിന് തരാൻ പറ്റും. അതാണ് കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും. എന്നിട്ട് പറയാണ്, ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുക. ഒരു മനസ്സ്. നമ്മളൊരു ഫാമിലി എടുക്കുകയാണെങ്കിൽ തന്നെ പല മനസ്സല്ല, 5 പേരുണ്ടെങ്കിൽ 10 മനസ്സായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഏക മനസ്സോ, അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നടക്കുന്നൊരു സംഭവമാണ്. നാം ഒന്നാണ്, അങ്ങനെയൊക്കെയുള്ള സംഭവം. ചിലപ്പോൾ ശാസനയും അതുപോലെ തന്നെ വഴക്കൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഈ ഒരു ഐക്യത്തിൻ്റെ അഭിഷേകം, അത് ആ വ്യക്തി ചെല്ലുമ്പോൾ തന്നെ ഒരു ഐക്യത്തിൻ്റെ ആത്മാവിന് നമുക്ക് അത്തരത്തിലുള്ള ഒരു അഭിഷേകം. ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. പ്രിയ സഹോദരങ്ങൾ, അധരങ്ങളെ ശുദ്ധീകരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ സംസാരം എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. ഒരുപാട് കുടുംബങ്ങൾ തകർച്ചയ്ക്ക് പ്രധാന കാരണം നമ്മുടെ നാവാണ്. ഒരുപാട് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ നാവാണ്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ദേവാലയങ്ങളിൽ ഗ്രൂപ്പിസം വരാനുള്ള കാരണം നമ്മുടെ നാവാണ്. കാരണം നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും പ്രാർത്ഥിക്കുന്നതും വ്യത്യസ്തങ്ങളായ തലങ്ങളിലാണ്. ഇത് തമ്മിലുള്ള ഒരു ഐക്യം അത് വരുമ്പോൾ മാത്രമാണ് ശരിയായ ആത്മീയതയിൽ നാം വളരുകയുള്ളൂ. ആ ഒരു ആത്മീയത നമ്മെ ആനന്ദത്തിലേക്ക്, സന്തോഷം, നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ ശരിക്കും പ്രാർത്ഥിച്ച ഈ ആത്മീയത കൊള്ളാലോ എന്ന് ഒരു വ്യക്തി തോന്നണമെങ്കിൽ ഇത് 3 ഒന്നാവണം. ഇത് 3 പോയി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കുർബാന പോകുന്നു, ഒരു ഭാഗത്ത് പാരവെപ്പ് പോകുന്നു, വേറൊരു ഭാഗത്ത് തോന്നിവാസം പോകുന്നു. ഇത് 3 വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു സ്കാൻഡലാവും സഹോദരങ്ങളെ. അതേസമയം ഇത് 3 ഒന്നിക്കുന്ന സമയം അത് തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമായിട്ട്, ആ ജീവിതം തന്നെ സുവിശേഷ പ്രഘോഷണമായിട്ട് മാറും. അത്തരത്തിലുള്ള ഒരു പ്രഘോഷണത്തിലേക്ക് സ്വർഗം നമ്മെ വഴി നടത്തട്ടെ. ഒപ്പം തന്നെ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ വേണ്ട കൃപ നമുക്ക് ഓരോരുത്തർക്കും സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.